നിങ്ങൾ ആനിമയും മൂവീസും ഒക്കെ കണ്ടുകൊണ്ട് നല്ലൊരു മാസ്റ്റർപീസ് സ്റ്റോറിക്കും പീക്ക് ആക്ഷൻ മൊമെൻസിനും വേണ്ടിയിട്ട് ഈഗർലി വെയിറ്റിംഗ് ആണോ? ബിഞ്ച് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുവാണോ? എന്നാൽ ബിഞ്ച് വാച്ച് മാത്രമല്ല, ബിഞ്ച് റീഡും ചെയ്യാം. അതെ, ടൈറ്റിൽ കണ്ട പോലെ നിങ്ങൾക്ക് ബിഞ്ച് റീഡ് ചെയ്യാൻ പറ്റുന്ന ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റോറിയും മാരക ആക്ഷൻ സെറ്റ് പീസൊക്കെ ഉള്ള ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നിങ്ങൾ മസ്റ്റായിട്ട് വായിച്ചിരിക്കേണ്ട മാനുവാസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഒരു 3 പാർട്ട് സീരീസിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. ഈ 3 പാർട്ടിലും ഞാൻ റാങ്ക് 1 കൊടുക്കുന്ന മാനുവയാണ് എൻ്റെ ടോപ്പ് 3 പിക്ക്. സോ ലെറ്റ്സ് ഗോ. റിട്ടേണേഴ്സ് മാജിക് ഷുഡ് ബി സ്പെഷ്യൽ. ഒരു വലിയ യുദ്ധം ഉണ്ടായി, ലോകം തന്നെ ഓൾമോസ്റ്റ് നശിച്ചുപോയി. ബട്ട് ഡിസൈറിന് വരുള്ള നമ്മുടെ MC പിന്നെ കണ്ണു തുറക്കുന്നത് അവൻ്റെ പഴയ സ്കൂൾ കാലഘട്ടത്തിലാണ്, വിത്ത് ദ ബോഡി ഓഫ് ഹിസ് പാസ്റ്റ് സെൽഫ് ആൻഡ് മെമ്മറി ഓഫ് ദ എൻ്റയർ ഫ്യൂച്ചർ. പിന്നീട് ആ ഫ്യൂച്ചർ ചേഞ്ച് ചെയ്യാനും തൻ്റെ ഫ്രണ്ട്സിനെ പ്രൊട്ടക്ട് ചെയ്യാനും ശ്രമിക്കുന്ന ഡിസൈറിൻ്റെ ജേണിയാണ് സ്റ്റോറി. മാജിക്കിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ വരുന്ന ഈ മാനുവയിൽ എപ്പിക് ഫൈറ്റ് സീക്വൻസും കിടിലം കുറേ ക്യാരക്ടേഴ്സും ഉണ്ട്. ഇൻഫിനിറ്റ് ലെവലിംഗ് മുറി. എന്തോ എനിക്ക് മുറിൻ കാറ്റഗറി മാനുവോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. മാർഷൽ ആർട്ട് വേൾഡിലെ ഒരു സാധാരണ പയ്യന് ഇൻഫിനിറ്റായി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം പവർ കിട്ടുന്നു. യെസ്, ലൈക്ക് സോളോ ലെവൽ, ബട്ട് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഈ പയ്യൻ്റെ 0 to OP ജേണിയാണ് കഥ. ഒരു കിഡു അഡിക്റ്റീവ് റീഡാണ്, ഡോണ്ട് മിസ് ഇറ്റ്. റിഗ്രസിംഗ് വിത്ത് ദ കിങ്സ് പവർ. റിഗ്രഷൻ ജേണർ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു മാനുവാണിത്. നമ്മുടെ പ്രോട്ടോഗോണിസ്റ്റ് ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസിലൂടെ തൻ്റെ 20ാം വയസ്സിലേക്ക് റിഗ്രസ് ആകുന്നു. ഇതിലൂടെ അവന് കിട്ടിയ പ്രഡേഷൻ എന്ന പവർ മറ്റുള്ളവരുടെ സ്കിൽസ് സ്റ്റീൽ ചെയ്യാൻ അവൻ സഹായിക്കുന്നു. ഈ പവർ വെച്ച് തൻ്റെ ഫ്യൂച്ചർ റീറൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും പിന്നീടുണ്ടാകുന്ന കോൺഫ്ലിക്ട്സ് ഒക്കെയാണ് സ്റ്റോറി. ഫാസ്റ്റ് പേസ്ഡ് ഫൈറ്റ്സും ക്ലെയർ പ്ലേയും ഓറാമൻസും ഒക്കെയുള്ള ഒരു പ്യൂർ ഡോപ്പമിൻ ഐറ്റമാണ് റിഗ്രസിംഗ് വിത്ത് ദ കിങ്സ് പവർ. സോളോ ലെവലിംഗ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, അപ്പോൾ ഇതല്ലേ നമ്പർ 1? നോ. നല്ല സ്റ്റോറിയും OP ക്യാരക്ടേഴ്സും ബെസ്റ്റ് ഡ്രോയിങ്സും ഒക്കെയാണ് ഈസിലി വൺ ഓഫ് ദി ബെസ്റ്റ് മാൻവ എവർ. കുറേ ഓവർ ഹൈപ്ഡ് ആണെങ്കിലും വളരെ നല്ലൊരു മാൻവയാണ് സോളോ ലെവലിംഗ്. മൈ ഫസ്റ്റ് മാൻവ റീഡ്. ഓറ ഫാമിലിൻ്റെ ബ്രാൻഡ് അംബാസിഡറായ സഞ്ജിനുവിൻ്റെ ഒരു ഡഞ്ചൻ വേൾഡ് ലെവലിംഗ് അപ്പ് സ്റ്റോറിയാണ് സോളോ ലെവലിംഗ്. ഇഷ്ടംപോലെ പീക്ക് ഓറ മൊമെൻറ്റ്സും പ്ലോട്ട് ട്വിസ്റ്റൊക്കെ ഉള്ള ഒരു ബിഗിനർ ഫ്രണ്ട്ലി മാനുവാണിത്. ഒംനിസെന്റ് റീഡേഴ്സ് വ്യൂ പോയിന്റ്. യെസ്, മൈ നമ്പർ 1 പിക്ക്. ORV എന്ന ചെല്ലപ്പേരിൽ അറിയപ്പെടുന്ന ഒംനിസെന്റ് റീഡേഴ്സ് വ്യൂ പോയിന്റ് ഇക്കൂട്ടത്തിലെ കൊമ്പൻ. ഏത് മാനുവ റീഡേഴ്സിനോ ചോദിച്ചാലും മസ്റ്റായി വായിച്ചിരിക്കേണ്ട മാനുവയുടെ കൂട്ടത്തിൽ മുമ്പിൽ തന്നെ കാണുന്നത്. ബിക്കോസ് ORV പോലെ ORV മാത്രമേ ഉള്ളൂ. അത്ര യൂണീക്ക് ആയിട്ടുള്ള ഒരു ജെം ഓഫ് എ വർക്ക്. നിങ്ങൾ വർഷങ്ങളായി വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപ്പോക്കലിപ്സ് സർവൈവൽ നോവൽ ഒരു ദിവസം റിയൽ ലൈഫിൽ സംഭവിച്ചാൽ എന്താ അവസ്ഥ? അതാണ് ORV. അപ്പോക്കലിപ്സ്, ഏലിയൻ, സർവൈവൽ, ഇമോഷണൽ, സിസ്റ്റം, മാജിക്, സൂപ്പർ നാച്ചുറൽ, ഹൊറർ, സോംബി, ഇങ്ങനെ ഏത് ജോണർ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിലും ORV വിൽ നെവർ ഡിസപ്പോയിന്റ് യു. മസ്റ്റായി വായിച്ചിരിക്കേണ്ട മൈ നമ്പർ 1 ഫേവറേറ്റ് മാൻവ ഒംനിസെന്റ് റീഡേഴ്സ് വ്യൂ പോയിന്റ്. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും മാൻവ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വിച്ച് വൺ വാസ് യുവർ ഫേവറേറ്റ്? ജസ്റ്റ് ഡ്രോപ്പ് യുവർ കമൻറ്റ്സ് ബിലോ. അപ്പോൾ പാർട്ട് 1 ഇവിടെ അവസാനിക്കുകയാണ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ദിസ് ഈസ് കെൽവിൻസ് POV. ലെറ്റ്സ് മീറ്റ് ഓൺ ദ നെക്സ്റ്റ് പാർട്ട്.